ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. 2020 റിലീസ് ചെയ്ത എലൈവ് എന്ന കൊറിയൻ ഫിലിമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു സ്ഥലത്ത് ഇൻഫെക്ഷൻ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഹീറോയും ഹീറോയിനിയും 2 ഫ്ലാറ്റിലായി അകപ്പെടുന്നു. ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഈ സിനിമയുടെ ചുരുക്കം. വെൽക്കം ബാക്ക് ടു വഴി അറിയാതെ വിധി അറിയാതെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന സിനിമ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ സിനിമയിലെ ഹീറോ വളരെ മടിയുള്ള ഒരാളാണ്. അവൻ രാത്രി മുഴുവൻ ഗെയിം കളിച്ച് രാവിലെ നേരം വൈകിയാണ് എഴുന്നേൽക്കുന്നത്. ഇപ്പോൾ അവൻ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫുഡ് നോക്കിയിട്ട് അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോഴാണ് ഒരു പേപ്പർ കിട്ടിയത്. അത് അവൻ്റെ അമ്മ എഴുതി വെച്ചതാണ്. സാധനങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ പുറത്തു പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞാണ്. ഇനി എന്തായാലും അമ്മ വരുന്നത് വരെ ഗെയിം കളിച്ചേക്കാം എന്ന് കരുതി അവൻ പോയി ഗെയിം കളിക്കും. പെട്ടെന്ന് അവൻ്റെ കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളൊക്കെ ഗെയിം സ്റ്റോപ്പ് ചെയ്ത് TV-യിലെ ന്യൂസ് കണ്ടു പോവുകയാണ്. അങ്ങനെ അവനും അത് സ്റ്റോപ്പ് ചെയ്തു. TV ന്യൂസ് വെച്ചപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത്. ഇൻഫെക്ഷൻ പടർന്നു പിടിച്ച് എല്ലാവരും സോംബിയായി മാറുകയാണ്. അതുകൊണ്ട് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് വായിച്ച ഹീറോ ഞെട്ടി. അവൻ അവൻ്റെ ഫ്ലാറ്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് സംഭവം അവന് മനസ്സിലാവുന്നത്. സോംബിയായി മാറിയ ആളുകൾ മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി ഓടുന്നു. അതിനിടയിൽ ഒരമ്മ സ്കൂൾ വിട്ടു വന്ന മകളെ രക്ഷിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. മോള് വന്നതും അവളെ കെട്ടിപ്പിടിക്കും. പെട്ടെന്ന് മോള് സോംബി ആവുകയും അമ്മയെ കടിക്കുകയും അവരും സോംബിയായി തീരുകയും ചെയ്യും. ഇത് കണ്ടുനിന്ന് നമ്മുടെ ഹീറോ ഭയന്ന് ബാൽക്കണി അടച്ച് ഉള്ളിലേക്ക് പോവും. അപ്പോൾ പുറത്തെ ഡോറിൽ നിന്ന് ആരോ തട്ടിക്കൊണ്ടിരിക്കുന്നു. അത് ആരാ നോക്കാൻ വേണ്ടി ഹീറോ ഡോർ തുറക്കുന്നു. ഡോർ തുറന്ന ഉടനെ പുറത്തുനിന്ന് ഒരാൾ അകത്തോട്ട് കയറി ഡോർ വലിച്ചടയ്ക്കുന്നു. പുറത്തുനിന്ന് വന്ന എൻ്റെ ബ്രദർ സോംബിയായി മാറി എന്നെ ആക്രമിക്കാൻ വരികയാണ്, പ്ലീസ് ഹെൽപ്പ് ചെയ്യണം എന്ന് ചോദിക്കുന്നു. ആർക്കും ഹെൽപ്പ് ചെയ്യാത്ത നമ്മുടെ ഹീറോ അത് സമ്മതിക്കാതെ അവനെ പുറത്തേക്ക് ആക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ പോയില്ല. അപ്പോഴാണ് TV ന്യൂസിൽ പറയുന്നത് സോംബികളുടെ കയ്യിൽ നിന്ന് കടി കിട്ടിയാൽ കുറച്ചു കഴിഞ്ഞ ലക്ഷണങ്ങൾ കാണിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്നും പറയും. അത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് പേടിയാവും. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത്ര നേരം സൈലന്റ് ആയിരുന്ന അയാൾ അബ്നോർമൽ ആവാൻ തുടങ്ങും. അത് കണ്ട് ഭയന്നു നിന്ന നമ്മുടെ ഹീറോ കത്തിയെടുത്ത് കയ്യിൽ കരുതും. നിമിഷ നേരം കൊണ്ട് സോംബിയായ അയാൾ ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടിപ്പാഞ്ഞു വന്നു. അപ്പോഴേക്കും നമ്മുടെ ഹീറോ അവനെ പിടിച്ച് തള്ളി ഡോറിന്റെ പുറത്തേക്ക് ആക്കി. എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്തു. ഇനി ആരും കയറാതിരിക്കാൻ ഫ്രിഡ്ജ് എടുത്ത് തള്ളി അവിടേക്ക് ഇട്ടു. ഫോൺ എടുത്ത് അമ്മനെ വിളിക്കാൻ നോക്കിയെങ്കിലും സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് ഫോൺ കിട്ടുന്നില്ല. സിഗ്നലൊക്കെ വന്നപ്പോഴാണ് അമ്മ അയച്ച മെസ്സേജൊക്കെ കിട്ടുന്നത്. അമ്മ അവിടെ സേഫാണ്. ലോക്ക്ഡൗൺ ആയത് കാരണം ഭക്ഷണമൊന്നും കിട്ടിയില്ല. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു മെസ്സേജ്. അവൻ പറ്റാവുന്നത്ര ഫുഡൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അധിക ദിവസത്തിനുള്ള ഫുഡൊന്നും അവൻ്റെ കയ്യിലില്ല. ഗെയിം കളിച്ചിരുന്ന സമയം ഞാൻ സാധനങ്ങൾ വായിരുന്നെങ്കിൽ എൻ്റെ അമ്മയും എൻ്റെ അടുത്തുണ്ടായേനെ എന്ന് അവൻ വിചാരിക്കും. ഓരോന്നും ആലോചിച്ച് വിഷമിച്ച് സങ്കടം വന്ന് കിടന്നുറങ്ങും. പിറ്റേ ദിവസം അവൻ എഴുന്നേറ്റ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കുറേ പേര് സോഷ്യൽ മീഡിയയിൽ ഹെൽപ്പ് മീ എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജുകൾ. അവനും അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഹെൽപ്പ് മീ എന്ന് ടൈപ്പ് ചെയ്ത് അവൻ്റെ അഡ്രസ്സ് ചേർത്ത് സെൻഡ് ചെയ്യും. രാത്രിയിൽ എന്തോ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ലേഡി പോലീസ് ഓഫീസർ സോംബികളെ ഷൂട്ട് ചെയ്യുന്നതാണ് കണ്ടത്. അവരുടെ ഗണ്ണിലെ ബുള്ളറ്റ് കഴിഞ്ഞു. റീലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അവളെ സോംബികൾ അറ്റാക്ക് ചെയ്തു. ഇത് കണ്ടുനിന്ന് നമ്മുടെ ഹീറോ മേലെ നിന്ന് സോംബികളോട് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സോംബികൾ അവളെയും വലിച്ച് ദൂരത്തേക്ക് പോയി. ഈ സമയത്ത് ഹീറോയിൻ്റെ ഡോർ തള്ളി തുറന്ന് ഒരു സോംബി ഉള്ളിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട ഹീറോ ഫ്രിഡ്ജ് തള്ളി പിടിച്ചു നോക്കും. പക്ഷേ സോംബി ഉള്ളിലേക്ക് കയറും. ഉടനെ ഹീറോ ഓടി ബാൽക്കണിയിലെ കമ്പിയിൽ പിടിച്ചു നിൽക്കും. ഇത് കണ്ടു നിന്ന് സോംബി വിചാരിക്കും ഹീറോ താഴേക്ക് ചാടി എന്ന് കരുതി സോംബിയും ഓടി വന്ന് താഴേക്ക് ചാടും. അപ്പോൾ സൈഡിൽ നിന്ന് കടി കൊണ്ട് സോംബിയായി മാറിയ പോലീസ് ഓഫീസർ ഹീറോയുടെ നേർക്ക് വെറി കൊണ്ട് നോക്കുന്ന ഹീറോ കണ്ടു. അങ്ങനെ അവൻ ഉള്ളിലേക്ക് പോവും. അപ്പോഴാണ് അവനക്ക് മനസ്സിലാവുന്നത് ഫ്രിഡ്ജിൽ വെച്ച എല്ലാ ഫുഡ് ഐറ്റംസും താഴെ വീണുവെന്ന്. സോംബിയുമായുള്ള മൽപ്പിടുത്തത്തിൽ അവൻ അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. 7ാമത്തെ ദിവസം TV-യിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ന്യൂഡിൽസ് കഴിക്കുന്ന പരസ്യം കണ്ട് ന്യൂഡിൽസ് കഴിക്കാൻ കൊതി വന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കുറച്ച് ദിവസത്തിന് കഴിക്കാൻ വേണ്ടി മാറ്റിവെച്ച ന്യൂഡിൽസ് ഒറ്റയടിക്ക് കഴിച്ച് ആ ക്ഷീണത്തിൽ റിമോട്ട് എടുത്ത് ടേബിളിലേക്ക് വലിച്ചെറിയും. അങ്ങനെ ആ റിമോട്ട് തട്ടി ടേബിളിലിരുന്ന വാട്ടർ ബോട്ടിലെ വെള്ളം ഫുള്ളും താഴേക്ക് പോവും. വെള്ളം പൈപ്പിൽ കിട്ടുമെന്ന് കരുതി പൈപ്പ് തുറന്നു നോക്കിയപ്പോഴാണ് വെള്ളം വരുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് വാട്ടർ കണക്ഷൻ പോയെന്ന്. അവന് ദാഹം സഹിക്കാൻ വയ്യ. അവിടെ നിലത്ത് വീണ വെള്ളം അവൻ നക്കി കുടിക്കാൻ തുടങ്ങി.
അടുത്ത ദിവസം 10-ാം ദിവസമാണ്. അന്ന് TV കണക്ഷനും പോയി. TV പോയാലും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ. അതിൽ റേഡിയോ ഓൺ ചെയ്യാൻ നോക്കിയപ്പോൾ ഹെഡ്സെറ്റും ഇല്ല. വീട് മുഴുവൻ തെരഞ്ഞിട്ടും വയറുള്ള ഹെഡ്സെറ്റ് കിട്ടിയില്ല. അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് വയർലെസ് ഹെഡ്സെറ്റ് ആയിരുന്നു. ഇപ്പോൾ 10-15 ദിവസമായി അവൻ്റെ വീട്ടിലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം തീർന്നു തുടങ്ങി. വേറെ ഒരു വഴിയുമില്ലാതെ ആയപ്പോൾ അച്ഛൻ്റെ ഷെൽഫിലിരുന്ന മദ്യമെടുത്ത് കുടിച്ചു ഫിറ്റായി ഫുൾ വോളിയം സോങ് വെച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവന് മദ്യം തലയ്ക്ക് കയറി. അച്ഛനും അമ്മയും അനിയത്തിയും അവരെ കാണുന്നത് പോലെ തോന്നി. അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവർ അടുത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഗെയിം കളിച്ച് ടൈം കളഞ്ഞു. പക്ഷേ ഇപ്പോൾ അവരെ കാണാതെ ആയപ്പോൾ അതിൻ്റെ വില അവനും മനസ്സിലായി. ആ സമയത്ത് അവൻ്റെ ഫോണിൽ നിന്നും സിഗ്നൽ വന്നു. വോയിസ് മെസ്സേജാണ്. അത് അവൻ്റെ അമ്മയുടെ മെസ്സേജാണ്. ആ വോയിസ് മെസ്സേജ് കേൾക്കാൻ വേണ്ടി ബാൽക്കണിയിലെ കമ്പിയിൽ തൂങ്ങി ആ മെസ്സേജ് കേട്ടു. അവൻ്റെ അമ്മ സേഫാണ്, അച്ഛൻ്റെ ഓഫീസിലുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും സോംബി വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്ന സൗണ്ട് ആ വോയിസ് മെസ്സേജിൽ കേട്ടു. ഇതോടെ മാനസിക നില തെറ്റിയ ഹീറോ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു തകർത്ത് അവൻ പുറത്തേക്ക് കടന്നു. കൺമുന്നിൽ കണ്ട സോംബികളെ അറ്റാക്ക് ചെയ്ത് ഹീറോ നടന്നുപോയി. പക്ഷേ ഹീറോയെ കാണുന്ന സോംബികളെല്ലാം ഹീറോയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അത് കണ്ട ഹീറോ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും അതിലും കൂടുതൽ സോംബികൾ വന്നപ്പോൾ ലിഫ്റ്റ് വഴി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ലിഫ്റ്റ് തുറന്നപ്പോൾ ഹൗസ്ഫുള്ളായ സോംബികളെല്ലാം മറ്റു സോംബികളുമായി കൂട്ടിയിടിച്ച് നിലത്തേക്ക് ചിതറി വീണു. ഈ സമയം നമ്മുടെ ഹീറോ ഒരു സൈഡിൽ ശബ്ദമുണ്ടാക്കാതെ ഒളിച്ചിരുന്നു. സോംബികൾ പോയതിനു ശേഷം ഹീറോ തിരിച്ചു നടന്നു. പക്ഷെ ഹീറോയുടെ പുറകെ നിന്നും ഒരു സോംബി മെല്ലെ നടന്നു വരുന്നത് ഹീറോ കണ്ടു. അവൻ പേടിച്ചു. പക്ഷെ ആ സോംബിക്ക് 2 കണ്ണും കാണില്ല. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ അവൻ റൂമിലേക്ക് കടന്ന് ഡോർ ലോക്ക് ചെയ്തു. 20ാമത്തെ ദിവസം ബാൽക്കണിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പവർ സ്റ്റേഷൻ പൊട്ടിത്തെറിച്ച് എല്ലായിടത്തും കറണ്ട് കട്ടാവുന്നതാണ് അവൻ കാണുന്നത്. ആകെയുള്ളത് കറണ്ടായിരുന്നു, അതും പോയി കിട്ടി. ഇനി ഇവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യവും കാണുന്നില്ല. അവൻ മനസ്സില്ലാ മനസ്സോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ തൂങ്ങി മരിക്കാൻ വേണ്ടി കയറ് കഴുത്തിലിട്ട് തൂങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ റൂമിലോട്ട് ലേസർ ലൈറ്റ് വന്ന് പതിക്കുന്നത് അവൻ കണ്ടു. അത് കണ്ടതും അവന് മനസ്സിലായി അടുത്ത ഫ്ലാറ്റിൽ ആരോ ഉണ്ടെന്ന്. അവർ ഇവനെ ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതി തൂങ്ങിയ കയറിൽ നിന്ന് ചാടി താഴെ ഇറങ്ങി. അങ്ങനെ അവിടെ ആരാ എന്ന് നോക്കിയപ്പോൾ ലേസർ അടിച്ചത് ഒരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. അത് കണ്ടതും മനസ്സിന് ആശ്വാസമായി. ഇവളാണ് ഈ സിനിമയിലെ ഹീറോയിൻ. അവളെ കണ്ടതും അവന് നല്ല സന്തോഷമായി. അവളോട് ഹായ് ഒക്കെ പറഞ്ഞു. അവൾ അവനോട് ഇപ്പോൾ സൈലൻ്റായി ഇരിക്കൂ, നാളെ രാവിലെ കാണാം എന്ന് പറഞ്ഞ് ഡോർ അടച്ച് ഉള്ളിൽ പോയി. അവൾ നല്ല ബുദ്ധിയുള്ള ഒരാളായിരുന്നു. സോംബികൾ അവളുടെ റൂമിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൾ അത് മനസ്സിലാക്കാൻ വേണ്ടി കുപ്പിച്ചില്ലുകൾ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡോർ തകർത്ത് ഉള്ളിലോട്ട് വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കനമുള്ള ചെയറുകൾ കയറിൽ കെട്ടിവെച്ചിരുന്നു. ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിന് പോലും കണക്കുണ്ടായിരുന്നു. എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഹീറോ എഴുന്നേൽക്കാൻ ലേറ്റായി. അതുകൊണ്ട് ഹീറോയിനോട് അവൻ സോറി പറയും. അപ്പോൾ അവൾ നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞ് ഡോർ അടച്ച് ഉള്ളിലോട്ട് വന്നപ്പോൾ കാണുന്നത് ഒരു സോംബി ഉള്ളിൽ കടന്ന് ആ തൂക്കിയിട്ടിരിക്കുന്ന കസേരയിൽ പെട്ട് കിടക്കുന്നതാണ്. ചെയറിൻ്റെ കാലുകൾ സോംബിയുടെ ശരീരത്തിൽ കുത്തിയിറങ്ങിയിട്ടും ഹീറോയിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ആ സോംബിയെ അടിച്ചു കൊന്നു. കുറച്ചു സമയത്തിന് ശേഷം പുറത്ത് മഴ പെയ്യുന്ന ശബ്ദം കേട്ട് അവർ രണ്ടുപേരും ബാൽക്കണിയിൽ പാത്രങ്ങൾ വെച്ച് വെള്ളം സ്റ്റോർ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഹീറോ വിശന്ന് വയറെല്ലാം തടവി നടക്കുന്നത് കണ്ട ഹീറോയിൻ പാവം തോന്നി അവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു ബോളിൽ കയർ കെട്ടി അവൻ്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ പകുതി ദൂരം പോലും എത്തിയില്ല. അപ്പോൾ ഹീറോ ഡ്രോണിൽ കയർ കെട്ടി ഹീറോയിൻ്റെ അടുത്തേക്ക് വിട്ടു. അവൾ ആ കയർ എടുത്ത് അവിടെ കെട്ടിവെച്ചു. അതിലൂടെ ഫുഡ് അവൻക്ക് വിട്ടുകൊടുത്തു. വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഇരുന്നിരുന്ന ഹീറോ ആർത്തിയോടെ അത് ഫുള്ളും കഴിച്ചു തീർത്തു. അപ്പോൾ താഴെ ഇരുന്നിരുന്ന ഒരു സോംബി ഹീറോയിൻ താഴെ ഇട്ടിരുന്ന ആ കയർ പിടിച്ച് മേലോട്ട് കയറാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഹീറോയിൻ കയർ കെട്ടിയിരുന്നത് ഒരു ടേബിൾ മേലെ ആയിരുന്നു. ആ ടേബിളിലെ ഹീറോയിൻ്റെ കാലുകൾ അടിച്ച് തല തട്ടി താഴെ വീഴും. അപ്പോൾ അവളുടെ ബോധം പോവും. സോംബി കയറും പിടിച്ച് കയറുന്നത് കാണുന്ന ഹീറോ ഡ്രോൺ ഉപയോഗിച്ച് സോംബിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. പക്ഷേ സോംബി ആ ഡ്രോൺ പിടിച്ച് ഒടിച്ചു കളയും. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ഹീറോ നോക്കി നിൽക്കുമ്പോഴാണ് ഹീറോയിൻ എഴുന്നേറ്റ് വന്ന് കമ്പിയിൽ പിടിച്ചു നിന്നിരുന്ന സോംബിയുടെ കൈയിനെ മഴുകൊണ്ട് വെട്ടുന്നത്. അതോടുകൂടി സോംബി താഴേക്ക് വീണു മരണപ്പെട്ടു. ഈ അപകടത്തിൽ നിന്നും നമ്മുടെ ഹീറോയിൻ രക്ഷപ്പെട്ടെങ്കിലും ടേബിൾ വീണ കാരണം സൂക്ഷിച്ചു വെച്ചിരുന്ന ഫുഡെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ രണ്ടുപേർക്കും ഫുഡില്ലാതെയായി. ഫുഡ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി അടുത്തുള്ള ഫ്ലാറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ കയറി അവിടെയുള്ള ഫ്രിഡ്ജിലെല്ലാം തുറന്നു നോക്കി. എന്നിട്ട് അവിടെ നിന്ന് അവർക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം ശേഖരിച്ചു.
അതിനുശേഷം വരാൻ വേണ്ടി നോക്കുമ്പോഴാണ് ബെഡ്റൂമിൽ ഒരു സോംബിയുടെ ബോഡി കിടക്കുന്നത്. ആ റൂമിലോട്ട് നോക്കി കയറിയപ്പോൾ അവനക്ക് ആവശ്യമുള്ള ഇയർഫോൺ മറ്റ് സാധനങ്ങളെല്ലാം കിട്ടി. പക്ഷേ അതിനിടയിൽ വോക്കി ടോക്കിൽ കൈത്തട്ടി സൗണ്ട് ഉണ്ടായി. പെട്ടെന്ന് തന്നെ അത് ഓഫ് ചെയ്തു. അവൻ തിരിച്ചു പോരുന്നതിനിടയിൽ ഒരു സോംബി അവനക്ക് നേരെ ചാടി വീണു. ഒരുവിധം സോംബിയുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വാതിലടക്കും. റൂമിൽ വന്ന ഹീറോ ഫുഡൊക്കെ എടുത്തു കഴിച്ചിട്ട് ബാക്കിയുള്ള ഫുഡും ഒരു വോക്കി ടോക്കിയും ഒരു ബാഗിലിട്ട് ഹീറോയിൻക്ക് ഇട്ടുകൊടുക്കും. വോക്കി ടോക്കി വഴി അവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഹീറോയിൻ്റെ ഫ്ലാറ്റിലേക്ക് സോംബികൾ കൂട്ടം കൂട്ടമായി ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ ഹീറോ ബുദ്ധിപൂർവ്വം അവളെ രക്ഷിച്ചു. ഇനിയും ഇവിടെ നിന്നാൽ അപകടമാണെന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും ഹീറോയിൻ്റെ ബിൽഡിങ്ങിലെ 8th ഫ്ലോറിലേക്ക് മാറാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി നമ്മുടെ ഹീറോ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞെങ്കിലും ഹീറോയിൻ റോപ്പ് വഴി നല്ല ബോൾഡായി തന്നെ താഴേക്ക് ഇറങ്ങി. സോംബികൾ അവളെ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിലും അവൾ അവരെയെല്ലാം അടിച്ചു വീഴ്ത്തി ഓടുകയാണ്. അതിനിടയിൽ താഴെ കിടന്നിരുന്ന ഒരു ഗൺ കിട്ടുന്നത്. അത് എടുക്കുന്നതിനിടയിൽ ഒരു സോംബി അവളെ കടിക്കാൻ നോക്കും. ഇത് കണ്ട ഹീറോ ആ സോംബിയിൽ നിന്ന് അവളെ രക്ഷിച്ച് ആ ബിൽഡിങ്ങിലേക്ക് ഓടിക്കയറി ഡോർ അടയ്ക്കുന്നു. അതിനുശേഷം ലിഫ്റ്റിൽ കയറി 8th ഫ്ലോറിലേക്ക് പോകുന്നു. 8th ഫ്ലോർ അവർക്ക് വളരെ സൈലൻ്റായി തോന്നും. പെട്ടെന്ന് അതാ സോംബികൾ ഗ്രൂപ്പായിട്ട് അവരുടെ അടുത്തേക്ക് ഓടി വന്നു. ഇത് കണ്ട് ഭയന്ന് അവർ ഓരോ ഡോറും ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും സോംബികളെല്ലാം ഇവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ആരോ ഇവരെ രക്ഷിക്കാൻ വേണ്ടി സ്മോക്ക് സ്റ്റിക്ക് എറിഞ്ഞ് അവരെ അയാളുടെ ഫ്ലാറ്റിലേക്ക് രക്ഷിച്ച് ഡോർ അടയ്ക്കും. എന്നിട്ട് അവർക്ക് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കും. പക്ഷേ അവർ ആ വെള്ളം കുടിച്ചില്ല. അയാളെ സംശയമായിട്ടാണോ എന്ന് വിചാരിച്ച് അയാൾ തന്നെ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് കണ്ടപ്പോൾ അവർ രണ്ടുപേരും വെള്ളം കുടിക്കാൻ തുടങ്ങും. പിന്നീട് രണ്ടുപേർക്കും ഫുഡ് കൊടുക്കും. അതിനുശേഷം അയാൾ പറയും, ഇതൊക്കെ ശരിയാവുന്നവരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാമെന്ന്. ഇത് കേട്ടതും ഹീറോയ്ക്ക് സന്തോഷമായി ഹീറോയിനെ കെട്ടിപ്പിടിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹീറോയിൻ എന്തോ സംശയം തോന്നി. അവിടെയുള്ള ബേബി ഫുഡെല്ലാം കണ്ട് നിങ്ങളുടെ കുട്ടികൾ എവിടെയാ എന്ന് ചോദിക്കും. എനിക്ക് കുട്ടികളില്ല എന്ന് അയാൾ അവളോട് പറയുന്നു. അപ്പോഴാണ് അവൾ അയാളുടെ ഫാമിലി ഫോട്ടോയിൽ അയാളുടെ കുട്ടിയെ കാണുന്നത്. ഇയാൾ എന്തിനാണ് കള്ളം പറയുന്നതെന്ന് ഹീറോയിൻ ആലോചിക്കുന്നതിനിടയിൽ ഹീറോ തല ചുറ്റി താഴെ വീഴുന്നു. അപ്പോഴാണ് ഹീറോയിൻക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നത്. അവൾക്ക് മനസ്സിലാവുന്നത് അവർ തന്ന വെള്ളത്തിലല്ല ഫുഡിലാണ് മയക്കുമരുന്ന് കലക്കിയിരുന്നതെന്ന്. പെട്ടെന്ന് അവളും തല കറങ്ങി താഴെ വീഴും. അവളെ വലിച്ചിഴച്ച് ഒരു റൂമിലേക്ക് ഇട്ടു വാതിലടച്ചു. പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടി ആ റൂമിൻ്റെ ഡോർ പുറത്തു നിന്ന് അടച്ചു. ആ റൂമിൽ ഫുള്ള് ബ്ലഡായിരുന്നു. അങ്ങനെ അവൾ റൂമിൻ്റെ ഒരു സൈഡിൽ നോക്കുമ്പോഴാണ് കാണുന്നത് അയാളുടെ ഭാര്യ സോംബിയാണെന്ന്. അതിനെ ഒരു സൈഡിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അവർക്ക് വിശപ്പടക്കാൻ വേണ്ടിയായിരുന്നു ഹീറോയിനെ അങ്ങോട്ട് കൊണ്ട് ഇട്ടിരിക്കുന്നത്. അപ്പോഴേക്കും മയക്കം വിട്ട ഹീറോ അവളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അയാൾ ഹീറോയെ തോൽപ്പിക്കുന്നു. അതിനിടയിൽ റൂമിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്ന് കണ്ട അയാൾ എല്ലാം കഴിഞ്ഞു കാണുമെന്ന് വിചാരിച്ച് മെല്ലെ വാതിൽ തുറക്കുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ സോംബിയുടെ മുഖത്ത് ഒരു തുണി കൊണ്ട് മൂടി അയാളുടെ നേരേക്ക് തള്ളിവിടുന്നു. വെറിപൂണ്ട സോംബി സ്വന്തം ഭർത്താവിൻ്റെ കഴുത്തിൽ തന്നെ കടിച്ച് രക്തം കുടിക്കുന്നു. അപ്പോഴും സോംബിയായ ഭാര്യയോട് തിരക്ക് പിടിക്കേണ്ട, മെല്ലെ കുടിച്ചാൽ മതി, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേരുടെയും സ്നേഹം കണ്ട് അവരുടെ ആത്മാവിനെ ശാന്തി കിട്ടാൻ വേണ്ടി ഹീറോയിൻ തോക്ക് എടുത്ത് ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്ത സൗണ്ട് കേട്ട് പുറത്ത് സോംബികളെല്ലാം 8th ഫ്ലോറിലേക്ക് ഓടി വരുന്നു. ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്ത് മരിക്കാം എന്ന് കരുതി തോക്കെടുക്കുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഒരു ഹെലികോപ്റ്ററാണ്. അതിൻ്റെ അടുത്തെത്താൻ വേണ്ടി സ്മോക്ക് സ്റ്റിക്ക് ഉപയോഗിച്ച് ടെറസിൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടി ഓടുന്നു. അതിനിടയിൽ സോംബികൾ ഹീറോനെ പിടിക്കാൻ നോക്കുന്നു. സൈക്കിൾ ഉപയോഗിച്ച് തള്ളി ഓടി ടെറസിൻ്റെ മുകളിലേക്ക് ഒരു വിധത്തിലെത്തി. ഡോർ ലോക്ക് ചെയ്തെങ്കിൽ സോംബികൾ ഡോർ തള്ളി തുറന്നു. ഇവർ ഗൺ ഉപയോഗിച്ച് സോംബികളെ വെടിവെക്കാൻ തുടങ്ങി. പക്ഷേ ഗണ്ണിലെ ബുള്ളറ്റ് തീർന്നു. ഇനി ഒരു രക്ഷയുമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ ബാക്കിൽ നിന്നും ഒരു ഹെലികോപ്റ്റർ മാലാഖയെ പോലെ പറന്നു വരുന്നു. അതിലെ സോൾജിയേഴ്സ് സോംബികളെ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. ആ സമയത്ത് നമ്മുടെ ഹീറോയിനും ഹെലികോപ്റ്ററിൽ കയറുന്നു. തുടക്കത്തിൽ നമ്മുടെ ഹീറോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയും അഡ്രസ്സും വെച്ചാണ് അവരെ രക്ഷപ്പെടുത്താൻ ഹെലികോപ്റ്റർ അവിടെ എത്തിയെന്ന് കാണിക്കുന്നു. ഇതോടെ സിനിമ തീരുന്നു. ഞാൻ പറഞ്ഞ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.